വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ബികോം BBA സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി സബ്ജക്റ്റ് ആണ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സുനാ പിടിച്ചോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന 5 മാർക്സിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഈ ലേണിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. നിർബന്ധമായും നോക്കുക. അതിൻ്റെ കൺസെപ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ഡ്രോബാക്സ്, ഇതൊക്കെ സിഗ്നിഫിക്കൻസ്, ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാം. നിർബന്ധമായും പഠിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഈ ബുക്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ബുക്സ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ദെൻ മറ്റൊരു ചോദ്യം റിപ്പീറ്റ് ചോദ്യമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ മോഡൽസ് നോക്കുക. ഏതെങ്കിലും ഒരു മോഡൽ, ഇപ്പോൾ B2B അങ്ങനെ ആ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ സിഗ്നിഫിക്കൻസ്, ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രതീക്ഷിക്കാൻ നിർബന്ധമായി നോക്കുക. ഇനി നെക്സ്റ്റ് ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ്ങിനെ പറ്റിയിട്ടുള്ള ചോദ്യം വരാറുണ്ട്. അഡ്വർടൈസിങ് എന്താണ്, അതിൻ്റെ ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് ഡാറ്റ അനാലിസിസിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഡാറ്റ അനാലിസിസ് എന്താണ്, അതിൻ്റെ ടൈപ്സ് പ്രതീക്ഷിക്കാം, ഈസിയാണ്. ദെൻ റിപ്പീറ്റ് ചോദ്യത്തിൽ ഒരെണ്ണം മൂക്ക് ആണ്. മൂക്കിനെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് ആണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്, ദെൻ അത് ബിസിനസ്സിൽ അതിൻ്റെ ബെനഫിറ്റ്സ്, ഇൻ്റലിജൻസ് ഇൻ ബിസിനസ് നിർബന്ധമായി നോക്കണം. ഇനി നെക്സ്റ്റ് റിപ്പീറ്റ് ചോദ്യം എന്ന് പറയുന്നത് സൈബർ ക്രൈം ആണ്. നിർബന്ധമായും പഠിക്കണം. സൈബർ ക്രൈം എന്താണ്, അതിൻ്റെ ടൈപ്സ് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ സൈബർ അഡിക്ഷൻ എന്താണ്, റിപ്പീറ്റ് ആണ്. ഇതിനായിട്ട് മുമ്പ് 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഇനി നെക്സ്റ്റ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്താണ്, സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്താണ്, റിപ്പീറ്റ് ചോദ്യത്തിലൊരെണ്ണം. ദെൻ നെക്സ്റ്റ് പ്രൊഫഷണലിസം, നേരത്തെ പറയാൻ വിട്ടു പോയൊരു ചോദ്യമാണ്. പ്രൊഫഷണലിസം എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. പിന്നെ സൈബർ എത്തിക്സ് എന്താണ്, നിർബന്ധമായും നോക്കണം. അതുപോലെ തന്നെ സൈബർ എത്തിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു എക്സ്പ്ലനേഷൻ വന്നിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ദ major issues that led to the concept of cyber ethics. അപ്പോൾ സൈബർ എത്തിക്സ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. നെക്സ്റ്റ് റോൾ ഓഫ് ഡാറ്റ, റിപ്പീറ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. റോൾ ഓഫ് ഡാറ്റ സയൻറ്റിസ്റ്റ് ഇൻ എ സൊസൈറ്റി, ഒറ്റ പ്രാവശ്യം കേട്ടോ വന്നിരിക്കുന്നത്, നോക്കി വയ്ക്കാം. ഓഫ് എ ഡാറ്റ സയൻറ്റിസ്റ്റ്. ഇനി നെക്സ്റ്റ് ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. methods to be taken care while handling data.
ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അതൊന്നും അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ 2-3 ടൈംസ് അങ്ങനെയുള്ള ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഇപ്പോൾ ലാസ്റ്റ് 2 പറഞ്ഞത്. ഇനി ഈ ഗവേണൻസ് പലപ്പോഴും വരാറുള്ള ഒരു ചോദ്യമാണ്. ഈ ഗവേണൻസ് നോക്കി വയ്ക്കണം. മേജർ ഈ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ ചോദിക്കാം. മേജർ ഈ ഗവേണൻസ് initiatives in India എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് മറ്റൊരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം. ഇനി കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ഓവർ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ മെറിറ്റ്സ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ over verbal communication. അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള ബേസിക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാവാം ചോദിക്കുക. എന്തായാലും കമ്മ്യൂണിക്കേഷനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം ഇടാറുണ്ട്. ഇനി നെക്സ്റ്റ് ഓൺലൈൻ ലൈബ്രറീസിനെ പറ്റിയിട്ട് ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓൺലൈൻ ലൈബ്രറീസ് ഇൻ ഇന്ത്യ, അതിൻ്റെ ഓൺലൈൻ ലൈബ്രറീസിൻ്റെ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എഴുതാൻ വേണ്ടിയുള്ളൊരു ചോദ്യം. ദെൻ 2 മാർക്സിനും 5 മാർക്കിലും വരുന്ന മറ്റൊരു ചോദ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. ലാസ്റ്റ് ഒരു സജഷൻ കൂടി നൽകുകയാണ്. നോളേജ് റിസോഴ്സസ് അവൈലബിൾ on the internet. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 5 മാർക്സിലുള്ള ചോദ്യങ്ങൾ. ഇതിലെ കുറേ ചോദ്യങ്ങൾ 2 മാർക്സിലും കാണാറുണ്ട്, അപ്പോൾ 2ലും ഉപകാരപ്പെടും. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇ ലേണിംഗ് എന്താണ്, അതിൻ്റെ ഡ്രോബാക്സ് നോക്കി വയ്ക്കുക, സിഗ്നിഫിക്കൻസ്. പിന്നെ ഈ ബുക്സിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, മോഡൽസ് നോക്കി വയ്ക്കുക. ഇപ്പോൾ B2B ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം, അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ് എന്താണ്, അതിൻ്റെ ടൈപ്സ്. ഡാറ്റ അനാലിസിസ് എന്താണ്, അതിൻ്റെ ടൈപ്സ്. മൂക്ക് റിപ്പീറ്റ് ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ബിസിനസ് നോക്കണം. പിന്നെ സൈബർ ക്രൈം എന്താണ്, അതിൻ്റെ ടൈപ്സ്. സൈബർ അഡിക്ഷൻ. സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്താണ്, പ്രൊഫഷണലിസം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സൈബർ എത്തിക്സ് എന്താണ്, മേജർ ഇഷ്യൂസ് ലെഡ് ടു ദി കൺസെപ്റ്റ് ഓഫ് സൈബർ എത്തിക്സ് നോക്കണം. റോൾ ഓഫ് എ ഡാറ്റ സയൻറ്റിസ്റ്റ് ഇൻ എ സൊസൈറ്റി. മെത്തേഡ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് വൈൽ ഹാൻഡ്ലിംഗ് ഡാറ്റ നോക്കണം. ഈ ഗവേണൻസ് എന്താണ്, അതിൻ്റെ ഇനീഷ്യേറ്റീവ്സ്. പിന്നെ മെറിറ്റ്സ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഓവർ വെർബൽ കമ്മ്യൂണിക്കേഷൻ ചോദിക്കാം. ഓൺലൈൻ ലൈബ്രറീസിൻ്റെ അഡ്വാൻറ്റേജസ്, ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, നോളേജ് റിസോഴ്സസ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്കിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ള ചോദ്യങ്ങൾ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ്. ആൻഡ് ഫൈനലി ഇത് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ 3 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.